ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് കൂടി ഇന്നിട്ടേക്കാം. ചെറിയ ചെറിയ റീഡിങ്സ് ആക്കി ഇടാം. അപ്പോൾ 2 റീഡിങ്ങും വരാൻ പോലെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഓക്കെ, ലെറ്റ്സ് സീ ഗൈഡൻസ് മെസ്സേജ് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എനർജി മൺഡേ അല്ലേ, അപ്പോൾ നമുക്ക് കറണ്ട് നിങ്ങളുടെ സിറ്റുവേഷനും അതിനുള്ള ഗൈഡൻസുമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഹാങ്മാൻ ആണ് കാണുന്നത്. ഓക്കെ, Star and Page of Swords, 9 of Wands, Tower. Oh my god, 8 of Cups. എന്താ സിറ്റുവേഷൻ എന്ന് നോക്കിയതാണ് ഞാൻ. ഇവിടെ സിറ്റുവേഷൻ എനിക്ക് കാണുന്നത് നിങ്ങളുടെ എന്തെങ്കിലും മേജറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, അത് ആ ഒരു നമ്മുടെ വിശ്വാസം തകർന്നതാവാം, നമ്മുടെ പ്രതീക്ഷ തകർന്നതാവാം, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നൊരു മാറ്റം വന്നതാവാം, ഒരു ചേഞ്ച്, വളരെ സ്ട്രോങ് ആയിട്ടൊരു ചേഞ്ചാണ് കാണുന്നത്. ചെറിയ കാര്യമല്ല, കാരണം ടവർ കാർഡ് വരുമ്പോൾ ഇവിടെ ഒരിക്കലും നമുക്കതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. വളരെ വലിയൊരു കാര്യം എന്ന് തന്നെ പറയാം. ഓക്കെ, ചിലവർക്ക് നമ്മൾ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടൊരു ചേഞ്ച് വരുത്തിക്കുകയാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ തന്നെ ബൗണ്ടറീസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് വളരെ എന്താ പറയുക, ഒന്ന് പിടിച്ച് കുലുക്കി വിടാന്ന് പറയില്ലേ, ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്നു ചില കാര്യത്തിൽ. ഓക്കെ, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ആവാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മൂവ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ ഒരു പെട്ടെന്നൊരു ചേഞ്ച് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ചിലത് നിങ്ങൾക്ക് പിന്നിൽ ഉപേക്ഷിച്ച് മാറിപ്പോണ്ടി വരും. പക്ഷെ മുന്നോട്ട് പോകുന്നത് എപ്പോഴും നല്ല പോസിറ്റീവിലേക്ക് ആയിരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുക. കാരണം ഇവിടെ സ്റ്റാർ കാർഡും വന്നതുകൊണ്ട് എനിക്ക് മോശമായിട്ട് തോന്നില്ല. ഈ ഒരു ടവർ മൊമെന്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്കത് മോശത്തിനല്ല. ഓക്കെ, ഒന്നാമത് നിങ്ങൾ ഈ ഇങ്ങനെ കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ല, ഒന്നും മനങ്ങുന്നില്ല എന്ന് തോന്നിയതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചിലത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവുക, എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നടക്കും. അതോടെ നമ്മുടെ ശരിക്കും നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒന്നും നീങ്ങുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹാങ്ഡ് പൊസിഷൻ, അതായത് കാര്യങ്ങൾ ഇനി മുന്നോട്ട് എന്താണ് എന്നൊക്കെ അറിയാത്ത ഒരവസ്ഥയിലൊക്കെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളെ പിടിച്ചൊന്ന് മാറ്റിവിടുകയാണ് ഇവിടെ യൂണിവേഴ്സ്. ഓക്കെ, ടവർ കാർഡാണ് ആൻഡ് ഇവിടെ വാക്കിംഗ് അവേ ഉണ്ട്. സോ മേ ബി നിങ്ങൾ എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നതായിരിക്കാം. അതിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലിമിറ്റേഷൻ നിങ്ങൾ വെച്ച് നിൽക്കുമായിരുന്നു. നിങ്ങൾ തന്നെ അവനവനെ ഒന്ന് നിങ്ങൾ ബൗണ്ടറി വെച്ച് നിങ്ങൾ നിൽക്കുമായിരുന്നു. ഓക്കെ, അതായത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നില്ല ഫുള്ളായിട്ട് എന്ന് പറയാം, സിമ്പിളായിട്ട് പറയുമ്പോൾ. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ നിന്നായിരുന്നു നിങ്ങളെ പിടിച്ച് ഇനി മാറ്റുകയാണ്. ഇവിടെ പേജ് ഓഫ് സോർഡ്സ് ആൻഡ് 8 ഓഫ് കപ്സ് ആണ്. സോ നിങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഒരു ചേഞ്ച് നിങ്ങൾ തന്നെ വരുത്താൻ തുടങ്ങുകയാണ്. ആൻഡ് ഇവിടെ മൂവിങ് അവേ ഉണ്ട്. അഗൈൻ 6 ഓഫ് സോർഡ്സ് ആണ്, ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ 6 ഓഫ് സോർഡ്സും ക്വീൻ ഓഫ് വാൻഡ്സും ആണ്. അപ്പം നിങ്ങളുടെ ഒരു കഴിവ് പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ എല്ലാ ടാലൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെറുതെ ഒരു ലൈക്ക് എന്താ പറയുക, പാട്ടുപാടലും അങ്ങനത്തെ ഇത് മാത്രമല്ല പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള എന്തും ഒരു പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം നമുക്ക് അതിനെ. കഴിവ് എന്ന് ടാലൻസ് എന്ന് പറയുന്നില്ല, പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ എത്താൻ പോവുകയാണ്. ഓക്കെ, ബട്ട് അതിനു വേണ്ടി ചില കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ ചിലപ്പോൾ ഇതായിരിക്കാം. എന്നിട്ട് ഇതുവരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ല, ഒന്നും മൂവ് ചെയ്യുന്നില്ല എന്നൊക്കെ. ബട്ട് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയൊരു ചേഞ്ച് ഒന്നുമില്ലെങ്കിൽ വന്ന് കാണാം, അല്ലെങ്കിൽ വരും എന്ന് പറയാം. ഒരു വലിയൊരു ഷോക്ക് പോലെ ആയിരിക്കാം ചില കാര്യങ്ങൾ. ചിലപ്പോൾ ഷോക്ക് പോലെ എന്തെങ്കിലും സംഭവിക്കാം. നിങ്ങളെ ഒന്ന് പിടിച്ച് കുലുക്കി വിടും. അതായത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയാണ് യൂണിവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കൂ എന്ന് പറയാണ്. ചിലത് വിട്ട് കളഞ്ഞ് നിങ്ങൾ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ ഈ ഒരു മടി എന്ന രീതിക്കും പറയാം നമുക്ക്, ലേസിനെസ്, നിങ്ങളുടെ മടി, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്നും ആക്ഷൻ എടുക്കാതിരുന്നതിൽ നിന്ന് അതിൽ നിന്നൊരു മാറ്റം, അങ്ങനെയും പറയാം. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് പറയുമ്പോൾ
എന്തൊക്കെയോ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങുന്ന പോലെയാണ്. നിങ്ങളുടെ ചിന്തകളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്കിങ്, നിങ്ങൾ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് ഓക്കെ ഇനി മുന്നോട്ട് ഇനി ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ, ഞാൻ ഇനി കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ അതുപോലെ പേഴ്സൺ അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യമായാലും പേഴ്സണിൻ്റെ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും മേ ബി നിങ്ങൾക്ക് നിങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് ഇങ്ങനെ നിന്ന് കാണാം. ഓക്കെ, ബട്ട് അതിനെ പിടിച്ച് കുലുക്കി വിട്ട് ശരിക്കും നിങ്ങളുടെ തന്നെ ലിമിറ്റേഷൻസ് നിങ്ങളെ പുറത്ത് കൊണ്ടുവരാണ് യൂണിവേഴ്സ്. ഓക്കെ, അതിനുവേണ്ടി എന്തെങ്കിലും സംഭവിക്കാനുള്ള എല്ലാ ചാൻസസും ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആണ്. പക്ഷെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്കാണ് അത് എത്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത്. നിങ്ങളെ കുറെ കൂടി ഒരു ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യാൻ പോലെ ഓക്കെ നിങ്ങളെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഒരു പരിപാടിയാണിത്. ഓക്കെ, പക്ഷെ അതിന് നിങ്ങളെ മേ ബി നിങ്ങൾ ഈ നമ്മൾ പറയില്ല എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവില്ല പലപ്പോഴും. അപ്പോൾ യൂണിവേഴ്സായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടവർ മൊമെന്റ് കൊണ്ടുവരും. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ യൂണിവേഴ്സ് കൊണ്ടുവരും. ഓക്കെ, നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് യൂണിവേഴ്സ് കൊണ്ടുവരും. യൂണിവേഴ്സ് ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട്. അങ്ങനെയാണ്. എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ എന്തെങ്കിലും വലിയൊരു ഇഷ്യൂ എന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഇനി ഇവിടെ നിൽക്കാനേ പറ്റില്ല, വേണ്ട എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ മാരീഡോ അല്ലെങ്കിൽ എന്ത് തന്നെയായാലും എവിടെയായാലും കേട്ടോ. ഓക്കെ, ഫ്രണ്ട്ഷിപ്സിൽ ഈവൻ ഫ്രണ്ട്ഷിപ്സിലെല്ലാം ഓക്കെ നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നമ്മൾ പറയില്ലേ ചില ഫ്രണ്ട്സ് നമുക്കറിയാം നന്നല്ല എന്ന്, ബട്ട് എന്നാലും നിങ്ങൾ അവരെ കൂടെ എത്രയോ കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പോൾ സഹിച്ച് നിൽക്കും അല്ലേ. അങ്ങനെയുള്ള അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്ന് റിലേഷൻഷിപ്സ്, നിങ്ങൾ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യങ്ങൾ എവിടുന്നെങ്കിലും നിങ്ങളൊന്ന് മാറി പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് ഇനി എനിക്കിതിൽ വയ്യ, ഇനി എനിക്കിതിൽ പറ്റില്ല, ആ തീരുമാനം എടുക്കാൻ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വലിയൊരു ഇവന്റ് ഉണ്ടാവും. ഈവൻ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിത്തെറിയല്ല, ബട്ട് നിങ്ങളെ പിടിച്ചു വലയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, അതിനെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് ഇതാക്കി. പക്ഷെ നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളിത് സംഭവിക്കുമ്പോഴും നിങ്ങൾ ഓക്കെ ആയിരിക്കും. കാരണം നിങ്ങളത് നമ്മൾ പറയില്ലേ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പല കാര്യങ്ങളും. ഓക്കെ, ബട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനാണ് തയ്യാറാവാത്തത്. ബട്ട് നിങ്ങളിപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ മടിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, ക്വീൻ ഓഫ് വാൻസ് എനർജിയിലേക്ക് നിങ്ങൾ വരും. ക്വീനായിട്ട് മാത്രമല്ല കിങ് ആയിട്ടും. ഓക്കെ, അപ്പം നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പേജ് ഓഫ് കപ്സ്, ലവേഴ്സ് കാർഡ്, ചോയ്സ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങളൊരു ചോയ്സ് എടുക്കും. എന്നിട്ട് ഓക്കെ ഇനി ഇത് വേണോ വേണ്ടേ അല്ലെങ്കിൽ ഇനി മതി എന്ന രീതിയിൽ നിങ്ങളൊരു തീരുമാനം എടുത്ത് മേ ബി നിങ്ങളുടെ ഈ ഒരു തീരുമാനമായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, നിങ്ങൾ ഈ ഹാങ്മാൻ പൊസിഷനിൽ നിന്നപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിന്നപ്പോൾ നിങ്ങൾ കുറേ ചിന്തിച്ചിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് പറയില്ല നമ്മൾ, അതുപോലെ നിങ്ങൾ എല്ലാം കണ്ട് മനസ്സിലാക്കി. ഇത് അങ്ങനത്തെ ഒരു കാർഡാണ്. ഇത് വെറുതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കല്ല, നമ്മൾ ചിന്തിക്കുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സമയമെടുത്ത് നമ്മൾ ചിന്തിക്കുക എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ ചിന്തിച്ച് കുറച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കും അല്ലെ. ആ തീരുമാനം വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇന്നത്തെ എനർജി ആവാം, അല്ലെങ്കിൽ ഈ ഒരു 1 വീക്ക് എന്തായാലും പിടിച്ചോളൂ. ഓക്കെ, ഇത് കൂടുതൽ നമ്മൾ അങ്ങനെ ലോങ് അല്ല നോക്കിയത്. അപ്പോൾ ഈ ഒരാഴ്ച മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. അതിപ്പോൾ ഏത് ഇതിലും ആവാം, ഏത് കാര്യത്തിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ ഏത് കാര്യത്തിലും ആവാം നിങ്ങൾക്ക്. പക്ഷെ ആ മാറ്റം നിങ്ങളുടെ നല്ലതിനാണ്. ബിക്കോസ് അപ്പോഴേ നിങ്ങൾക്ക് ആ ഗ്രോത്ത് വരുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സീ. യൂണിവേഴ്സ് കുറേ ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും മാറ്റം വരുത്തൂ. നിങ്ങളാണ് മാറ്റം വരുത്താതിരുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് അഡ്വൈസ് കൂടി എടുക്കാം. ഓക്കെ, ഹീലിംഗ് ദ ഹാർട്ട് ഞാൻ കാണിക്കാതെ, ലാൻഡ് ബിറ്റ്വീൻ. ഓക്കെ, ഹീലിംഗ് ദ ഹാർട്ട് ആയിരുന്നു അത് കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ ലാൻഡ് ബിറ്റ്വീൻ ഉണ്ട് നമ്മൾ. ഓക്കെ, സ്മോക്ക് ആൻഡ് മിറേഴ്സ്, യെസ്, ദ റോയൽ യു, ഗ്രേറ്റ്, awesome. The time machine and one more uncharted sea and endless possibilities. Awesome, I love it. ഇത് നേരത്തെ വന്നാൽ നമ്മുടെ 6 of swordsന്റെ കാർഡ്, അതേ റെപ്രസെൻറ്റേഷൻ അല്ലേ. ഞാൻ അതിനെക്കുറിച്ച് ഷഫിൾ ചെയ്ത് തോന്നുന്നു അല്ലേ. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതേ ഒരേ കാർഡ് കണ്ടോ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അൺചാർട്ടേഡ് സീ എന്ന് വെച്ചാൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നിങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്ക് അറിയില്ല, ബട്ട് യു ആർ റെഡി ടു മൂവ് എന്ന് പറഞ്ഞ പോലെ. ചിലവർക്ക് യാത്രകളായിരിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചിലപ്പോൾ സ്ഥലം മാറ്റം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നു, നിങ്ങളുടെ ലൈഫ് നോക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. കാരണം നമുക്ക് 8 of Cups വന്നു, ഇതും വന്നു. സോ രണ്ടും കൂടി റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ എന്തോ വിട്ട് നമ്മൾ മാറി പോകുന്നതായിട്ടാണ്. ഓക്കെ, സോ അത്തരത്തിൽ പറയുമ്പോൾ അഗെയിൻ സെയിം തിങ് ആണ് ഇവിടെ.
നിങ്ങൾ എവിടേക്കോ ഒന്നുമില്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം, ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ മേ ബി ഒരു നാട് വിട്ട് വേറെ എവിടേക്കെങ്കിലും പോകുന്നതായിരിക്കാം, ജസ്റ്റ് ജോലിക്ക് വേണ്ടി സ്ഥലം മാറ്റമായിരിക്കാം, ട്രാവലിംഗ് ആയിരിക്കാം, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള ട്രാവലിംഗ് ആയിരിക്കാം, വേറെ എന്തൊക്കെയാ പറയാ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ലൈഫ് പീസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ സ്വന്തം പീസ്, അവനവൻ്റെ പീസ് എന്ന് പറഞ്ഞ പോലെ, ഓക്കെ, അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഹീലിംഗ് ഹാർട്ട് എന്നല്ല എവിടെ ഉണ്ടായിരുന്ന ഹീലിംഗ് ദ ഹാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ വിഷമങ്ങൾ ഒക്കെ മാറി വരുന്നു എന്നാണ്. നിങ്ങളത് പിന്നിൽ ഉപേക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി ആ ഒരു സാഡ് ഫേസിൽ നിങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, കാരണം നിങ്ങളുടെ അത്രത്തോളം നിങ്ങൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ, പിന്നെ എന്തെങ്കിലും നമുക്ക് എത്ര മേജർ സംഭവിച്ചാലും നിങ്ങൾക്കത് ബാധിക്കില്ല. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾ അത്ര ശീലിച്ചു കഴിഞ്ഞു അത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ഹീലാവുകയാണ്. നിങ്ങൾ കുറെ കൂടി നിങ്ങൾ മീൻസ് വേറെ ആരെയും നമ്മൾ തിരിച്ച് ഹേർട്ട് ചെയ്യാൻ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ബട്ട് നമ്മൾ അവനവൻ്റെ പീസ്, അവനവൻ്റെ സമാധാനം നോക്കി മുന്നോട്ട് പോവുക. ആൻഡ് ഇവിടെ റോയൽ യു എന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് വരാൻ, അതേപോലെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ശരിക്കും ഒരു കിങ് അല്ലെങ്കിൽ ക്വീൻ എന്ന ലെവലിലേക്ക് നിങ്ങൾ വരികയാണ്. എന്ന് വെച്ചാൽ നമ്മളെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഹേർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളല്ല. ഓക്കെ, ബട്ട് നമ്മൾ പറയില്ലേ, ആ ഒരു തലയെടുപ്പോടെ, നമ്മുടെ റെസ്പെക്റ്റോടെ നമ്മൾ അവിടുന്ന് വോക്ക് അവേ ചെയ്യണം എന്ന് പറയും. സോ ആ രീതിക്കുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്ന ഈ കാർഡ് ഇന്നത്തെ റീഡിംഗിൽ നിന്ന്. ആൻഡ് ഇവിടെ ലാൻഡ് ബിറ്റ്വീൻ, നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ മാത്രമായിരുന്നു പ്രശ്നം. ഓക്കെ, ഈ തീരുമാനം നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഞാനിവിടെ തന്നെ പെട്ട് നിൽക്കണോ അതോ ഞാൻ മുന്നോട്ട് പോകണോ എന്നുള്ള ആ ഒരു തീരുമാനം, അത് ചിലപ്പോൾ നിങ്ങൾ എടുത്തില്ലെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, പഠിക്കേണ്ട. സോ ആ തീരുമാനം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും. ആൻഡ് ഇവിടെ സ്മോക്ക് ആൻഡ് മിറേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാത്ത കാര്യങ്ങൾ കുറേ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്ന് മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ, ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവാം. അതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇവിടെ ടൈം മെഷീൻ ഉണ്ട്. എല്ലാം ഹീൽ ചെയ്യും എന്ന് പറയുമല്ലോ. ഓക്കെ, എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും എന്നും പറയാം. ഫൈനലി ഇവിടെ നമ്മൾ എൻലെസ് പോസിബിലിറ്റീസ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഓക്കെ, നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് ഇപ്പോൾ എന്തെങ്കിലും വിട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, എന്താവും മുന്നോട്ട് എന്ന് വിചാരിക്കേണ്ട. പിന്നിൽ ഉപേക്ഷിച്ചതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കാതിരിക്കുക. ഓക്കെ, മുന്നോട്ട് ഒരുപാട് നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ആണ് മുന്നോട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ലൈഫിൽ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം, സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, എനിവേ അതെല്ലാം യൂണിവേഴ്സ് തന്നെ ചെയ്യിപ്പിക്കുക. എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം യൂണിവേഴ്സ് തന്നെ ചെയ്യും നിങ്ങളെ. ഓക്കെ, നമ്മൾ അതിൻ്റെ ആക്ഷൻസ് നമ്മൾ എടുക്കാമെന്ന് മാത്രം. ഓക്കെ, സോ ഐ തിങ്ക് ഇന്ന് ഗൈഡൻസ് കൂടി എന്തായാലും ഇരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.